ഹേ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് മാത്രം ലേറ്റായി പോയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അബുദാബിയിലുള്ള ഉമ്മൽ ഇമാറാത്ത് പാർക്കിൽ പോയ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇവിടേക്കുള്ള എൻട്രി ടിക്കറ്റ് വരുന്നത് 10 ദിറംസ് ആണ്. 3 വയസ്സിന് താഴെയുള്ള മക്കൾക്ക് എൻട്രി ഫ്രീ ആണ് കേട്ടോ. അബുദാബിയിലെ ഫസ്റ്റ് പബ്ലിക് പാർക്കാണ് കേട്ടോ ഉമ്മൽ ഇമാറാത്ത് പാർക്ക്. 1982 ഓപ്പൺ ആയിട്ടുള്ള ഈ പാർക്കിന്റെ അന്നത്തെ പേര് മുഷരിഫ് പാർക്ക് എന്നായിരുന്നു. പിന്നീട് 2015 റിനോവേറ്റ് ചെയ്ത് റീഓപ്പൺ ചെയ്ത സമയത്താണ് കേട്ടോ ഈ ഒരു ഉമ്മൽ ഇമാറാത്ത് പാർക്ക് എന്ന ഫ്രഷ് ഐഡന്റിറ്റിയിൽ ഈ പാർക്ക് അറിയപ്പെടാൻ തുടങ്ങിയത്. കുറച്ച് കാവ്യാത്മകമായിട്ട് പറയുകയാണെങ്കിൽ അബുദാബിയുടെ ഹൃദയഭാഗത്തായിട്ടാണ് കേട്ടോ ഈ പാർക്ക് ഉള്ളത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വാട്ടർ ആക്ടിവിറ്റീസും അതർ ആക്ടിവിറ്റീസും പ്ലേ ഏരിയയും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇന്നത്തെ വീഡിയോയില് ഇവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഹൗസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ വേറൊരു വ്ലോഗായിട്ട് ചെയ്യാം കേട്ടോ ഇൻഷാ അല്ലാ. ഇതാണ് ഇമാറാത്ത് പാർക്കിലെ ഏറ്റവും ബെസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള ഷെയ്ഡ് ഹൗസ്. അങ്ങോട്ടുള്ള എൻട്രൻസിന് അടുത്തായിട്ട് തന്നെ കുട്ടികൾക്കുള്ള ഒരു കുഞ്ഞ് ആക്ടിവിറ്റി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷെയ്ഡ് ഹൗസ് മാത്രമല്ല കേട്ടോ, ബൊട്ടാനിക്കൽ ഗാർഡനും വിസ്ഡം ഗാർഡനും ഒക്കെ ഈ ഇമാറാത്ത് പാർക്കിന്റെ മറ്റ് സ്പെഷ്യാലിറ്റീസ് ആണ്. ഞാൻ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ഷെയ്ഡ് ഹൗസിലെ കാഴ്ചകൾ കാണാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മരുഭൂമിയുടെ ഹൃദയഭാഗത്ത് ഈ കടുത്ത ചൂടിന്റെ ഇടയിലും മുടങ്ങാത്ത പച്ചപ്പിന്റെ ശ്വാസം നിറച്ചൊരു ലോകം. പേടിക്കണ്ട കേട്ടോ, ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ സ്വന്തം ChatGPT പറഞ്ഞതാ. നമ്മൾ പോയത് നല്ല ചൂടുള്ള സമയത്തായിരുന്നു കേട്ടോ. പക്ഷേ ഷെയ്ഡ് ഹൗസിനകത്തേക്ക് കയറുമ്പോ ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. അബുദാബി സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറി നല്ല പീസ് ആൻഡ് കാം ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇവിടെ കാണാൻ ബ്യൂട്ടിഫുൾ ആണെന്ന് മാത്രമല്ല കേട്ടോ, നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ട് ഇൻ അബുദാബി എന്ന് തന്നെ പറയാം. ഷെയ്ഡ് ഹൗസിന്റെ ഒരു വശത്ത് ലിഫ്റ്റും മറ്റേ വശത്ത് സ്റ്റെയർസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റെയർസ് വഴി കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാം. ഏകദേശം സൺസെറ്റ് ആവാനായിട്ടുണ്ട്. ആ ഒരു ടൈമില് ഷെയ്ഡ് ഹൗസിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. അബുദാബി സിറ്റിയുടെ നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ തന്നെ നമുക്ക് ഈ ഷെയ്ഡ് ഹൗസിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ.
മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ ഷൂട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് നോക്കിയപ്പോ പിന്നെ ഒരുപാട് നേരം അവിടെ നിൽക്കാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. മുകളിൽ നിന്നുള്ള ഈ വ്യൂ കാണാൻ ഭംഗിയുണ്ടായിരുന്നെങ്കിലും പേടിച്ചിട്ടാണോന്നറിയില്ല, എനിക്കത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് ഒരുപാട് നേരം അവിടെ നിൽക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് താഴേക്ക് വന്നു കേട്ടോ. ഷെയ്ഡ് ഹൗസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവരിവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഉമ്മലിമറാത്ത് പാർക്കിന്റെ സിഗ്നേച്ചർ അട്രാക്ഷൻ ആണ് കേട്ടോ ഈ ഷെയ്ഡ് ഹൗസ്. നിങ്ങൾ അബുദാബിയിലുള്ളവരാണെങ്കിൽ ഒരിക്കലെങ്കിലും മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഇവിടെ വേറൊരു കാര്യം കൂടെ കണ്ടു കേട്ടോ. ഇവിടെ നമുക്കുള്ള ഡ്രിങ്കിങ് വാട്ടർ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത് എയർ ടു വാട്ടർ ടെക്നോളജി വെച്ചിട്ടാണ്. ഈ ഒരു ഏരിയ മക്കൾക്കൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. ബാദു അവിടുന്ന് എണീറ്റ് വരാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് അവനെ പിടിച്ചു കൊടുന്നു. കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും ഇനി നമുക്ക് വല്ല പാർട്ടികളോ അല്ലെങ്കിൽ ഫാമിലി ഗെറ്റ് ടുഗദറോ ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള സ്പേസ് അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ ബാക്കി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേറൊരു ദിവസം വരാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇക്കാന്റെ കസിന്റെ അടുത്തേക്കാണ് കേട്ടോ. അവൻ അവിടെ അബുദാബി സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അബുദാബി ഹംദാൻ സ്ട്രീറ്റിലെ ബിഗ് മാർട്ടിനോട് ചേർന്ന് തന്നെയുള്ള ഹലായസ് റെസ്റ്റോറൻറ്റിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. ഇവനെ കണ്ടിട്ട് കുറെ നാളായി. പിന്നെ അത് മാത്രല്ല, ഇവിടുത്തെ ഷവർമ എൻ്റെ ഐശ്വന്റെയും ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പൊ അതും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നിങ്ങൾ അബുദാബിയിലുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്ന് നമ്മൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.